ഞാനൊക്കെ ചെറുപ്പകാലത്ത് കേൾക്കുമ്പോൾ ക്യാൻസർ അത്രയും വൈഡ് സ്പ്രെഡ് അല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ നോക്കുമ്പോൾ ലെഫ്റ്റ്, റൈറ്റ് ആൻഡ് സെൻറ്റർ വി ഹാവ് യങ് പീപ്പിൾ മൂവിങ് ടു എൻ എൽഡർലി ഏജ് ഗ്രൂപ്പിലെ ക്യാൻസേഴ്സ് കാണാം. സോ വാട്ട് ആർ ദി കറന്റ് കോസസ് ഫോർ സച്ച് എ റൈസ് ഇൻ ക്യാൻസർ? വിവേക് പറഞ്ഞ ഒരു കാര്യം ശരിയാണ്. ക്യാൻസറിൻ്റെ ഇൻസിഡൻസ്, പുതിയ കേസസിൻ്റെ നമ്പർ ഒത്തിരി കൂടുന്നുണ്ടെന്നുള്ളത് ഞങ്ങളെല്ലാവരും പങ്കുവെക്കുന്ന ഒരു കാര്യമാണ്. 2020 കണക്ക് പ്രകാരം ഏകദേശം 2 കോടി ജനങ്ങളാണ് ഒരു വർഷം ക്യാൻസർ ലോകത്ത് വരുന്നതെന്ന് പറയുന്നത്. അത് 3 കോടിയിലേക്ക് 2040 ആകുമ്പോൾ എത്തുമെന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്രയും നമ്പർ ഹാൻഡിൽ ചെയ്യുക എന്ന് പറയുന്നത് തന്നെ നിങ്ങൾക്കറിയാം, നമ്മൾ എന്തോരം വി ഹാവ് ടു ബി ഗിയർഡ് അപ്പ് ഫോർ ദാറ്റ്. എന്താണ് കൂടാൻ കാരണമെന്ന് ചോദിച്ചാൽ വ്യക്തമായ ഉത്തരവില്ല. വൺ ഈസ് ഏജിങ് പോപ്പുലേഷൻ, പ്രായമാവുന്നു. നമ്മുടെ ഇപ്പോൾ കേരളത്തിൻ്റെ ഒരു കാര്യം എടുത്താൽ കേരളത്തിൻ്റെ സമൂഹത്തിന് പ്രായമേറുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. പ്രായമായവരുടെ ഒരു അസുഖം തന്നെയാണ് ക്യാൻസർ. കാരണം ഒരു 70% ആൾക്കാരും ഒരു 60 ഇയേഴ്സ് എബോവ് ഉള്ള ഏജ് ഗ്രൂപ്പിലാണ് ക്യാൻസർ വരുന്നത്. എന്നാലും വിവേക് പറഞ്ഞ പോലെ യങ്സ്റ്റേഴ്സിന് ക്യാൻസർ വരുന്നത് ഞങ്ങൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ഒരു അലാമിങ് റേറ്റിലുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷേ അൺയൂഷ്വലി ഒരു 20s-ലും 30s-ലും ബ്രസ്റ്റ് ക്യാൻസറൊക്കെ ഞങ്ങൾ മുമ്പത്തെക്കാളും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ചെറുപ്പക്കാരിൽ കുടൽ ക്യാൻസർ കാണുന്നുണ്ട്. അപ്പോൾ ദാറ്റ് ഈസ് സംതിങ് അലാമിങ്. ദാറ്റ് ജസ്റ്റ് മീൻസ് ദാറ്റ് ഈ പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ഒക്കെ ഷുഡ് സ്റ്റാർട്ട് മച്ച് ഏർലിയർ ദാൻ വാട്ട് വി തിങ്ക്. വി ഓൾ തിങ്ക് ദാറ്റ് ഓക്കെ വി ഷുഡ് എൻജോയ് അവർ ലൈഫ് ഇൻ ദ ബിഗിനിങ്, സേ അഡോളസൻസ് ആൻഡ് ഏർലി അഡൾട്ട്ഹുഡ് എൻജോയ് ചെയ്യുക. പിന്നെ നമുക്ക് ഹെൽത്ത് ഒക്കെ പിടിക്കാമെന്ന് പറയുന്നതിന് പകരം പ്രിവെന്റീവ് ആക്ടിവിറ്റീസ് ഷുഡ് സ്റ്റാർട്ട് മച്ച് ഏർലിയർ എന്നുള്ളതാണ് ഇതിൻ്റെ മെസ്സേജ്.